നമ്മളെ പിള്ളേർ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ തലമുറ പിള്ളേർ ശ്രദ്ധിക്കേണ്ട കാര്യം, മനസ്സ് വേറൊരു സ്ഥലത്തും വിടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ അച്ഛനും അമ്മയും പറയുന്ന കേട്ട് വളരണമെന്നാണ് നമ്മൾ അങ്ങനെയാണ് വളർന്നത്. നമ്മളെ തള്ളേന്തെന്തേലും പറഞ്ഞ് കേട്ടാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നും നമ്മളെ തരം പിള്ളേരെ ഇത്തിക്കൂടി പ്രായം ചെന്ന പിള്ളേരെ കണ്ടാൽ നമ്മൾ പറയാൻ ഇങ്ങനെയാണ് വളരാൻ, നമ്മളിങ്ങനെയാണ് വളർന്നത്. അന്ന് നമുക്ക് ആഹാരം പോലും ഇല്ല. കുറ്റിച്ചിൽ അരുകിൽ എന്ന നാടും ആ വീടും ഇന്ന് ദുഃഖത്തിലാണ്. നാട്ടുകാർ പറയുന്നു, അവൻ നല്ലവനായിരുന്നു, മിടുക്കനായിരുന്നു, കളരി അഭ്യാസിയായിരുന്നു. പിന്നെ ആ 15-കാരന് സംഭവിച്ചതെന്താണ്? അയൽക്കാർക്ക് പറയാനുള്ളത് ഇതാണ്: അവൻ നല്ലവൻ, പക്ഷേ ഫോൺ കൊണ്ട് വെച്ചിട്ട് എല്ലാം കഴിച്ചിട്ട് പഠിക്കാൻ നോക്ക്. നിനക്ക് രാവിലെ പോവേണ്ടതാണ്, രാവിലെ അടിച്ച് പോവേണ്ടതാണ്. നീ രാവിലെ അടിച്ച് പോവേണ്ടായതുകൊണ്ട് നീ കിടന്നുറങ്ങിയിട്ട് കാലത്ത് എഴിക്കാനുള്ളതല്ലേ എന്ന് മാത്രമേ പറഞ്ഞു. പക്ഷേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വേറൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്നും വന്നിട്ടില്ല. ഒന്ന് ഫോണെന്തിനാ ഗെയിം കളിച്ച് കാണാൻ വേണ്ടിയിട്ട് ഫോണ് എന്തിനാ കേട്ടപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞത് വേണ്ട, നാളെ സ്കൂളിൽ രാവിലെ വിളി വെപ്പമുള്ളതായാലും നേരത്തെ ഉറങ്ങ്. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തുണിയും ബാഗും ഒക്കെ വാങ്ങി വെച്ചേക്കുന്നൊന്നും അതൊക്കെ എടുത്ത് നോക്കിയിട്ട് കൂട്ടുകാരനോട് നാളെ നമുക്ക് ഇന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവാം എന്നൊക്കെ അവസാനം സംസാരിച്ചു എന്നാണ് പറയണത്. അങ്ങനെ അത് കുട്ടികാരനോട് ചോദിച്ചത്, നാളെ അത് ഡ്രസ്സ് ഇടുകൂടെ എന്ന് കേട്ടത്. അപ്പോൾ അവർക്ക് ഞാൻ ഇന്ന ഡ്രസ്സ് ഇടും, ഞാനും അതിട്ടുകൊണ്ട് വരാം എന്നൊക്കെയാണ് സംസാരിച്ച് വെച്ചത്. വേറെ ഒരു വീട്ടിൽ വേറെ ഒരു വൈകാരി കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ നോക്കിയാൽ നല്ല എവിടെ പോണെങ്കിലും തന്തിയാൻ്റെ കൂടെ കാണുന്ന പയ്യനെ. അപ്പം അമ്മ ആ രീതിയിലാണ് നോക്കണത്. തന്നെ അത്ര വേറൊരു വീഴ്ച വരത്തക്ക രീതിയിലൊരു പ്രവർത്തനം ഇല്ല. നമ്മൾ തൊട്ടടുത്ത എൻ്റെ ഇവിടുത്തെ ജോലിയുണ്ടോ? അവർ ഒരു കാട്ടാക്കട ഒരു ബൈക്കിൻ്റെ ഷോപ്പിൽ പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നു. പിന്നെ അവൻ പയ്യൻ്റെ അച്ഛൻ വല്ല ടാപ്പിങ്ങിൻ്റെ പിന്നെ കാറ്ററിംഗ് പരിപാടി അതിനൊക്കെ അങ്ങനെ പോവുകയാണ്. അതിൽ വേറൊരു ഇല്ല, ഒരാളല്ലേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇവരെ ഈ വീട്ടിലും ഈ കുട്ടിയും തമ്മിൽ മാനസികമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ എല്ലായിടത്തും പറയുന്ന പോലെ മക്കളെ ഫോൺ വെച്ചിട്ട് പഠിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. അത് പക്ഷേ ഇന്നത്തെ കുട്ടികൾ അതുപോലെ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് തിരിച്ചൊരു അറ്റാച്ച്മെന്റ്. ഈ ഫോൺ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊന്നും അവർക്ക് ഒരു പ്രശ്നമേ അല്ല, പറയണത് കേൾക്കൂല. അവരെ മൈൻഡ് പിന്നെ അങ്ങ് മാറുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ ചെയ്യുന്ന ഇതുപോലെയുള്ള ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ ഈ ചേട്ടന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. കാരണം ഇത് ഒരിടത്തെ കാര്യമല്ല. പിള്ളേരെ എന്തുകൊണ്ട് തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നത് ഒരു ചോദ്യമാണ്. ഈ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അടിമ ആയിപ്പോയി. ഫോണാണോ വലുത്, വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളാണോ വലുത്? അത് അവർ ചിന്തിക്കില്ലല്ലോ. അച്ഛനും അമ്മയും വലുതാണെന്ന് ചിന്തിക്കില്ലല്ലോ. ചിന്തിക്കുന്നിടത്ത് ഈ പ്രശ്നം നടക്കണില്ല. എന്ത് പറഞ്ഞാലും ഉടനെ അത് വാങ്ങിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അമ്മയ്ക്കും നല്ല സുഖമില്ല എങ്കിലും വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് എഴുതി ഒരു ബൈക്കിൻ്റെ ഷോപ്പിൽ പോകുന്നു. അത് കിട്ടുന്ന വരുമാനം കൊണ്ട് ചെറുക്കനെ അന്വേഷിച്ച് പുസ്തകങ്ങളും ബുക്കുകളും പഠിത്ത ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും. വീട്ടിൽ എന്തെങ്കിലും കഴിക്കാനും ഒക്കെ വാങ്ങിച്ച് പറയും കൊടുക്കും. അപ്പോഴങ്ങനെ ഒരാളെ ഇത് പെട്ടെന്ന് ചാടിക്കറിയാൻ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പ്രവണതയിലുള്ള ഒരു വിഷയം ഇവിടെ ഇല്ല. ഇത് പിന്നെ മറ്റൊന്ന് ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കൂട്ടുകാർ, ഇതാണ് കുട്ടികളുടെ ഇന്നത്തെ കുട്ടികളുടെ ഓപ്ഷൻ. അവർക്ക് കൺസേൺഡ് ആയിട്ടുള്ള രണ്ടെണ്ണം. മൊബൈലിൻ്റെ കുഴപ്പം. അതെ, എൻ്റെ കുഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകെട്ടെന്ത്, അവൻ ഇടപെടുന്ന ഈ മേഖലകൾ എന്ത്, അതിനെക്കുറിച്ചൊരു ഉത്കണ്ഠയും ഭയവും മുമ്പത്തേക്കാൾ ഏറെ ഇപ്പോൾ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞതും സംസാരിച്ചു. നല്ല ഒരു നല്ല സംസാരിക്കും, നല്ല മറ്റേ കളരിയോ എന്തൊക്കെ പഞ്ചുകുഴി. നമ്മൾ റോഡിൽ പോകുമ്പോഴും അവൻ രാവിലെ വന്നിരുന്നു, അവനും സങ്കടം പറഞ്ഞിട്ട് പോയി. ഇത് അറിഞ്ഞ നല്ല ചുണയും കുട്ടിയായിരുന്നു.